നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പോരുമുട്ടുകൾ യഥാസമയമിടാതെ ഉപ്പുവെള്ളം കയറ്റി കൃഷി നശിപ്പിച്ചുവെന്നാരോപിച്ച് ഐക്യകുട്ടനാട് പാടശേഖരം ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ മുതിർന്ന കർഷകൻ ഡി ധ്യാനസുധൻ ഉദ്ഘാടനം ചെയ്തു. അഭിപ്രായം എന്തു തന്നെയായാലും അത് തുറന്നു പറയാൻ പറ്റുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ്. CPI ആലശ്ശേരി നോർത്ത് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ പ്രഥമ സാബർമതി പ്രതിഭാ പുരസ്കാരം കുട്ടിക്കർഷകരായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PA ഷാജി പുരസ്കാര വിതരണവും ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം ചടങ്ങിൽ അധ്യക്ഷനായി. ആലപ്പുഴ പുന്നപ്ര പറവൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി ജോബ് ഡ്രൈവ് സംഘടിപ്പിച്ചു. വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് സമാപനമായി. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. ഓരുമുട്ടുകൾ യഥാസമയം ഇടാതെ ഉപ്പുവെള്ളം കയറ്റി കൃഷി നശിപ്പിച്ചു എന്നാരോപിച്ച് ഐക്യകുട്ടനാട് പാടശേഖര ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ മുതിർന്ന കർഷകൻ ഡി ധ്യാനസുധൻ ഉദ്ഘാടനം ചെയ്തു. ഓരുമുട്ടുകൾ യഥാസമയം ഇടാതെ ഉപ്പുവെള്ളം കയറ്റി കൃഷി നശിപ്പിച്ചുവെന്നാരോപിച്ചും നെല്ലുവില വർദ്ധിപ്പിക്കാതെ IRSലെ കൂലി വർധനവ് നടപ്പാക്കിയതിൽ പ്രതിഷേധിച്ചും ഐക്യകുട്ടനാട് പാടശേഖര ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ മുതിർന്ന കർഷകൻ ഡി ധ്യാനസുധൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വകുപ്പ് മന്ത്രിയോടും ജില്ലാ കളക്ടറോടും പരാതി പറഞ്ഞിട്ടും നാളിതുവരെ യാതൊരു പരിഹാരവും കാണാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരവുമായി സമിതിക്ക് മുന്നോട്ട് വരേണ്ടി വന്നതെന്നും കർഷകരെ കടക്കണിയിലും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന തീരുമാനങ്ങളിൽ നിന്നും സർക്കാരും വകുപ്പും പിന്മാറാൻ തയ്യാറായില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി സമിതി മുന്നോട്ടു പോകുമെന്നും ഡി ധ്യാനസുധൻ കൂട്ടിച്ചേർത്തു. 2009 ഇതുപോലെ തോട്ടപ്പള്ളി സ്പിൽവേ വഴി ഉപ്പുവെള്ളം കയറി ഏതാണ്ട് 10,000 ഏക്കർ കൃഷി നശിക്കുകയുണ്ടായി. അന്ന് കർഷകൻ കൊയ്തത് പതിര് മാത്രമാണ്. എല്ലാ പാടശേഖരങ്ങളിലും നെല്ലുചെടി ഉണ്ടായിരുന്നു, പക്ഷെ കൊയ്തത് പതിര് മാത്രമാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് കർഷകരെ തള്ളിവിടരുതെന്ന് ആദ്യമേ തന്നെ കർഷകർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സമര പരിപാടിയിലേക്ക് ഇത്തരം സമിതികൾ വന്നിട്ടുള്ളത്. എന്നിപ്പം നമുക്കറിയാം, ഈ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഏതാണ്ട് 20 മുതൽ 90 ദിവസം വരെയായ നെൽച്ചെടികളാണ്. പല പാടശേഖരങ്ങളും ഇൻഷുർ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. 1 മാസം കഴിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് എടുക്കത്തുള്ളൂ. അപ്പൊ ഈ സാഹചര്യത്തിൽ ഉപ്പുവെള്ളത്തിൽ കൃഷി നശിച്ചാൽ കർഷകൻ കൈമലത്തി പോകേണ്ട അവസ്ഥയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് കർഷകർ എല്ലാ രാഷ്ട്രീയ ജാതി മതഭേദങ്ങൾക്കും അതീതമായി സംഘടിച്ചുകൊണ്ട് ഇത്തരമൊരു സമര പരിപാടിയിലേക്ക് വന്നു. ആദ്യം തന്നെ കർഷകർ ബഹുമാനപ്പെട്ട കളക്ടറെയും മന്ത്രിയെയും ഒക്കെ കണ്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നാളിതുവരെയായിട്ടും യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഐക്യകുട്ടനാട് പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് KU ഷാജി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സമിതി സെക്രട്ടറി സിജി ചാക്കോ, MK വർഗീസ്, സുനിൽകുമാർ, സതീശൻ, അനിൽകുമാർ, AC മാത്യു, ഡേര ജോസഫ്, ലിരീഷ് അലക്സ് എന്നിവർ സംസാരിച്ചു. അഭിപ്രായം എന്തുതന്നെയായാലും അത് തുറന്നു പറയാൻ പറ്റുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് അഭിപ്രായപ്പെട്ടു. CPI ആലശ്ശേരി നോർത്ത് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിപ്രായം എന്തു തന്നെയായാലും അത് തുറന്നു പറയാൻ പറ്റുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് അഭിപ്രായപ്പെട്ടു. CPI ആലശ്ശേരി നോർത്ത് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലിസ്റ്റുകൾ അടിച്ച മെമ്പർഷിപ്പാണ് BJP. കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ എത്രയോ നാളുകളായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുകയാണ്. എന്നാൽ അവയിലൊന്നും അവയുടെ രാഷ്ട്രീയ നയം രൂപീകരിക്കുന്നതിലൊന്നും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർക്ക് അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള അവസരം ലഭ്യമല്ല എന്നതാണ് എന്റെ ധാരണ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. തീർത്തും ജനാധിപത്യപരമായി പാർട്ടിയെക്കുറിച്ചും പാർട്ടിയുടെ സമീപനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചും പാർട്ടി അംഗങ്ങൾക്ക് ഭയാശങ്കകളില്ലാതെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള
ഉൾപാർട്ടി ജനാധിപത്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആലിശ്ശേരി എസ് രാമഭദ്രൻ നായർ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മുതിർന്ന പാർട്ടി അംഗം ഡി സുരേന്ദ്ര പണിക്കർ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി മുംതാസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം B അൻസാരി, മണ്ഡലം കമ്മിറ്റി അംഗം AR രംഗൻ, പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D സുദർശനൻ, ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി റിയാസ് ഇസ്മായിൽ, AISF ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി A അരവിന്ദ്, മുൻ നഗരസഭാ കൗൺസിലർ നബീസ അക്ബർ എന്നിവർ സംസാരിച്ചു. കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ പ്രഥമ സാബർമതി പ്രതിഭാ പുരസ്കാരം കുട്ടിക്കർഷകരായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PS ഷാജി പുരസ്കാര വിതരണവും ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ പ്രഥമ സാബർമതി പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു. കുട്ടിക്കർഷകരും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും വിദ്യാഭ്യാസ ഉന്നമനവും ലക്ഷ്യമാക്കി രാജ്യത്ത് നടപ്പാക്കുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ജില്ലാ അംബാസഡേഴ്സ് കൂടിയായ കുമാരി ഫരീദ ഫിറോസിനും കുമാരി ഫാദിയ ഫിറോസിനുമാണ് സാബർമതി പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചത്. SL പുരം രംഗകലാ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PS ഷാജി നിർവഹിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഓടി ജയിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഓടി ജയിച്ചത് എൻ്റെ കൂട്ടത്തിൽ ഓടി തോൽക്കാൻ കുറച്ചു പേരുണ്ടായിരുന്നത് കൊണ്ടാണ്. എൻ്റെ കൂട്ടത്തിൽ ഓടാൻ കുറച്ചു പേരുണ്ടായിരുന്നു, അതിൽ പലരും ഓടിയപ്പോൾ തോറ്റുപോയി, ഞാനാണ് ജയിച്ചത്. അപ്പോൾ തോൽക്കാൻ കുറച്ചു പേരുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല എന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. അദ്ദേഹം ഇക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട്. നമ്മുടെ ഭാരതം എന്ന് പറയുമ്പോൾ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ്. ചടങ്ങിൽ കവയത്രി നിർമ്മല സുദർശനെ ആദരിച്ചു. കേരള സാബർമതി സാംസ്കാരിക വേദി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള സാബർമതി സാംസ്കാരിക വേദി ജില്ലാ ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം ആമുഖ പ്രഭാഷണം നടത്തി. പൊതുപ്രവർത്തകൻ CP ബോസ്ലാൽ മുഖ്യാതിഥിയായിരുന്നു. സാംസ്കാരിക വേദി കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ, ME ഉത്തമകുറുപ്പ്, ആശാ കൃഷ്ണാലയം, സുനിജ ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സാബർമതി സാംസ്കാരിക വേദി ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR കുറുപ്പ് മാരാരിക്കുളം സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ദിലീപ് കുമാർ ചേർത്തല നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് ചടങ്ങിൽ സംബന്ധിച്ച സാംസ്കാരിക വേദി അംഗങ്ങളുടെ കലാസാഹിത്യ സൃഷ്ടികളുടെ അവതരണവും വേദിയിൽ അരങ്ങേറി. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ പറവൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി ജോബ് ഡ്രൈവ് സംഘടിപ്പിച്ചു. പറവൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെയും ഐസെക്ട് ലിമിറ്റഡ് കമ്പനിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കുട്ടികൾക്കായി ജോബ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. പ്രമുഖ യൂട്യൂബർ വിഷ്ണു കടൽ മച്ചാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഐസെക്ട് കമ്പനി സ്റ്റേറ്റ് ഹെഡ് ഹേമലാൽ, ഐസെക്ട് പ്ലേസ്മെന്റ് ഹെഡ് U അരുൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബിഗ്ടീസ് മാനേജർ ബിജിൻ ജോബ് ഡ്രൈവിൽ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തു. കോളേജ് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ബാബു ജോബ് ഡ്രൈവിന് നേതൃത്വം നൽകി. ജോബ് ഡ്രൈവിനെ തുടർന്ന് കോളേജിലെ 40ഓളം കുട്ടികളെ ജോലിക്കായി തെരഞ്ഞെടുത്തു. രവീന്ദ്രനാഥ ടാഗോർ യൂണിവേഴ്സിറ്റിയുടെ BVoc ഡിഗ്രിയും നിരവധി പാരാമെഡിക്കൽ കോഴ്സുകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ്പിന്റെ കോഴ്സായ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് കൂടാതെ അസാപ്പ് കേരള NSDCയുടെ NSQF ലെവൽ കോഴ്സ്, പേഷ്യന്റ് റിലേഷൻ അസോസിയേറ്റ്, പേഷ്യന്റ് ഫ്രണ്ട് ഡെസ്ക് കോർഡിനേറ്റർ, ഫിറ്റ്നസ് ട്രെയിനർ, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അടക്കം നിരവധിയാർന്ന ഉന്നത നിലവാരത്തിലുള്ള കോഴ്സുകൾക്ക് അഫിലിയേഷൻ ലഭ്യമായത് സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് കോളേജ് ഡയറക്ടർ രാജേഷ് ബാബു പറഞ്ഞു. നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ജോലി, നന്നായി പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ജോലിയിൽ എക്സ്പേർട്ടും ആയിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. ട്രെയിനിങ് ആണെങ്കിൽ അവർക്ക് സ്റ്റൈഫൻഡോടുകൂടിയുള്ള ട്രെയിനിങ് ആണ് ഐസെക്റ്റും ബ്രിക്സ് ഇന്ത്യയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ പഠിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ചെയ്തു പോയി നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ, കാരണം ഞങ്ങൾ അത്ര നിലയിലുള്ള ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ പറയുന്ന രീതിയിൽ പോയി നല്ല രീതിയിൽ ഞങ്ങൾ ഇവിടെ കുട്ടികൾക്ക് ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസെക്ട് കമ്പനി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവിടെ രവീന്ദ്രനാഥ ടാഗോർ യൂണിവേഴ്സിറ്റി, പിന്നെ അത് കൂടാതെ ഞങ്ങൾ
അസാപ്പിൻ്റെ കുറച്ച് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേഷ്യൻ്റ് കെയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോഴ്സാണ്. അതുകൂടാതെ ഇപ്പോൾ ഞങ്ങൾക്ക് 4 കോഴ്സുകൾ കൂടെ കിട്ടിയിട്ടുണ്ട്. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ്, ഫിറ്റ്നസ് ട്രെയിനർ, പേഷ്യൻസ് കോർഡിനേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇതെല്ലാം NSQF ലെവലിലുള്ള കോഴ്സുകളാണ്. വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച കുടുംബശ്രീ ദേശീയ സരസ്മേളയ്ക്ക് സമാപനമായി. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ടോവിനോ തോമസ് മുഖ്യാതിഥിയായി. വൻ ജനപങ്കാളിത്തത്തോടെ ചെങ്ങന്നൂർ ആതിഥ്യമരുളിയ കുടുംബശ്രീ ദേശീയ സരസ്മേളയ്ക്ക് സമാപനമായി. സമാപന സമ്മേളനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവച്ചുകൊണ്ട് കുടുംബശ്രീ മുന്നോട്ട് വരും. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കി അവരുടെ സംഘവാസനകൾ വളർത്തിയെടുത്ത് അവരുടെ ബൗദ്ധിക നിലവാരങ്ങൾ വളർത്തിയെടുത്ത് ഒരു ഘട്ടത്തിൽ അടുക്കളയിൽ മാത്രം അടങ്ങിക്കൂടിയിരുന്ന സ്ഥാനത്ത് നിന്ന് ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാൻ അവസരമൊരുക്കിയ അന്തരീക്ഷമാണ് കുടുംബശ്രീ നമ്മുടെ സംസ്ഥാനത്ത് പ്രകടിപ്പിച്ചതെങ്കിൽ ഇന്നത് വളർന്ന് പന്തലിച്ച് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയ ഒരു ജില്ലയും കേരളത്തിലില്ല എന്ന രൂപത്തിലേക്ക്. ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയിൽ നടന്ന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ടോവിനോ തോമസ് മുഖ്യാതിഥിയായി. MLA-മാരായ U പ്രതിഭ, ദലീമ ജോജോ, തോമസ് K തോമസ്, PC വിഷ്ണുനാഥ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, A മഹേന്ദ്രൻ, TJ ആഞ്ചലോസ്, MV ഗോപകുമാർ, ജേക്കബ് തോമസ് അരികിപ്പുറം, ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, R രാജേഷ്, N കൃഷ്ണദാസ്, K ഇന്ദിരാദാസ്, പുഷ്പലത മധു, G വിവേക്, രാജൻ മൂലവീട്ടിൽ, AM നസീർ, ഗിരീഷ് ഇലഞ്ഞിമേൽ, MG ശ്രീകുമാർ, TK ഇന്ദ്രജിത്ത്, KS ശ്രീകാന്ത്, J മോബി, MG സുരേഷ്, ജെയിംസ് സാമുവൽ, B റജിമോൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മന്ത്രി സജി ചെറിയാനെ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, ജില്ലാ മിഷനു വേണ്ടി കോർഡിനേറ്റർ S രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ആദരിച്ചു. മേള സുവനീർ മന്ത്രി സജി ചെറിയാൻ ചലച്ചിത്ര താരം ടോവിനോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. എന്തൊരു മനോഹരമാണ് സരസ്മേളയുടെ ആശയം തന്നെ. അത് ഗംഭീരമായിട്ട് ഈ 13 ദിവസം ഗംഭീരമായി ഒരു ആഘോഷമാക്കി ഉത്സവമാക്കി പ്രിയപ്പെട്ട ചെങ്ങന്നൂരുകാർക്ക് നന്ദി അഭിനന്ദനങ്ങൾ. സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ പ്രചരിപ്പിക്കാനും ഇതിനെല്ലാം വേണ്ടി ആ സരസ്മേള നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഒരു ഗ്രാമത്തിലെ ആളുകളെ ഒന്നിപ്പിക്കാൻ ഇതുപോലുള്ള മേളകൾ, ഇതുപോലുള്ള കൂട്ടായ്മകൾ എത്രത്തോളം സഹായകരമാണ് എന്ന് എനിക്ക് ഇവിടെ നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഡ്രഗ്സ് സൈബർ ക്രൈം അധികാരികൾ നിങ്ങളാണ് പ്രതികൾ എന്ന മുദ്രാവാക്യവുമായി SSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. SSFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഡ്രഗ്സ് സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന മുദ്രാവാക്യമുയർത്തി SSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. SSFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നേരത്തെ ആലപ്പുഴ വട്ടതിരി പുരയിടത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് SP ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ SSF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം യൂസഫ് സഖാഫി മുത്തേടം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സ്കൂളിൽ ആരംഭിച്ചത്, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ബോധവൽക്കരണ സിസ്റ്റങ്ങൾ എന്തിനാണ് നമ്മൾ സ്കൂളുകളിൽ ആരംഭിച്ചത്? ആ ബോധവൽക്കരണ സിസ്റ്റങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ് നമ്മുടെ 1000 സ്കൂളുകൾക്ക് കൂടി ലഹരി കടന്നു വന്നത് എന്ന തിരിച്ചറിവ് നമ്മളെ വലിയ അർത്ഥത്തിൽ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തണം. SSF വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. കഴിഞ്ഞ 52 വർഷമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പസുകൾ
പത്രങ്ങളിലും തെരുവുകളിലും അതേപോലെ തന്നെ സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന SSF കേരളത്തിൽ സമരം ആരംഭിക്കുകയാണ്. അധികാരികൾ, വിവിധ തരത്തിലുള്ള അധികാരികൾ, വിവിധ തരത്തിലുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ, ഏജൻസികൾ, സംവിധാനങ്ങൾ, ഈ സംവിധാനങ്ങൾ മുഴുവനും ഈ നാട്ടിലെ പുതിയ തലമുറയെ ബലി കൊടുക്കാൻ വേണ്ടി ഒത്താശ ചെയ്യുകയാണോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കേണ്ടതുണ്ട്. SSF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അജ്മൽ ജോഹരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SSF ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി മുബാറക് കരൂർ സ്വാഗതം പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H അബ്ദുൽ നാസർ തങ്ങൾ, SYS ജില്ലാ ജനറൽ സെക്രട്ടറി MS ജുനൈദ്, ജില്ലാ സെക്രട്ടറിമാരായ മുഹമ്മദ് അമീൻ ജോഹരി, ഹംദുള്ള, റുബൈസ്, അനസ് ജോഹരി എന്നിവർ സംസാരിച്ചു. മയക്കുമരുന്ന്, സൈബർ ക്രൈം നിരോധന നിയമങ്ങൾ കർശനമാക്കുക, മയക്കുമരുന്ന് ഉൽപ്പാദനവും വിതരണവും തടയുന്നതിനുള്ള പുതിയ പദ്ധതിക്ക് രൂപം നൽകുക, ആവശ്യമായ ബോധവൽക്കരണം, പുനരധിവാസ പദ്ധതികൾ എന്നിവ നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓരുമുട്ടുകൾ യഥാസമയമിടാതെ ഉപ്പുവെള്ളം കയറ്റി കൃഷി നശിപ്പിച്ചു എന്നാരോപിച്ച് ഐക്യക്കുട്ടനാട് പാടശേഖരം ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ മുതിർന്ന കർഷകൻ D ധ്യാനസുധൻ ഉദ്ഘാടനം ചെയ്തു. അഭിപ്രായം എന്തു തന്നെയായാലും അത് തുറന്നു പറയാൻ പറ്റുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് G കൃഷ്ണപ്രസാദ്. CPI ആലശ്ശേരി നോർത്ത് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ പ്രഥമ സാബർമതി പ്രതിഭാ പുരസ്കാരം കുട്ടിക്കർഷകരായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PA ഷാജി പുരസ്കാര വിതരണവും ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം ചടങ്ങിൽ അധ്യക്ഷനായി. ആലപ്പുഴ പുന്നപ്ര പറവൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി ജോബ് ഡ്രൈവ് സംഘടിപ്പിച്ചു. വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് സമാപനമായി. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.